ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഓംലെറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 5 കോഴിമുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് ഒരു ക്യാരറ്റ് നന്നായിട്ട് ചോപ്പ് ചെയ്തത്, അതേപോലെ തന്നെ ഒരു ഒണിയൻ, ഒരു പൊട്ടാറ്റോ, ഒരു ടൊമാറ്റോ, ഒരു ക്യാബേജിൻ്റെ പകുതി പീസ് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഈ പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ 5 കോഴിമുട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മളെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ വെജിറ്റബിളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒരു കേക്കൊക്കെ രൂപത്തിൽ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാവരും കഴിച്ചോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, നമ്മളെ എരിവിനനുസരിച്ച് നമുക്ക് ഓരോരുത്തർക്കും എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ കോഴിമുട്ടയും ഈ കുരുമുളക് പൊടിയും ഈ വെജിറ്റബിൾസും എല്ലാം കൂടി നന്നായിട്ട് ഈ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇത് നന്നായി മിക്സ് ചെയ്യുമ്പോഴാണ് നമ്മളെ കേക്ക് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. ഇനി സ്റ്റൗ കത്തിച്ച് അതിലൊരു പാൻ വെച്ച് ചൂടായതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഈ ബാറ്റർ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ അത് നന്നായി ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒരു സ്പൂൺ വെച്ചിട്ട് അതങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, എല്ലായിടത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു ഡെക്കറേഷനായിട്ട് ഒരു സ്പൂണ് ചില്ലി ഫ്ലേക്സ്, അത് ഓപ്ഷണലാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ഇഷ്ടമുള്ളവർക്കൊക്കെ കുറച്ച് അധികമായിട്ട് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കാം. 20 മിനിറ്റ് ലോ ഫ്ലെയിം തന്നെ ആവണം കേട്ടോ. അങ്ങനെ ഒരു 20 മിനിറ്റിന് ശേഷം നമ്മൾ ഒരു ഭാഗം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ഓംലെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു കുക്കുംബർ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നല്ല അടിപൊളിയാട്ടോ, കേക്കിൻ്റെ സെയിം ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ.